നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്ന ഒരു MLAക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് ഒരു മാസം എത്രയാണ് ശമ്പളമായി ലഭിക്കുന്നത്? ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ MLAക്ക് പ്രധാനമായും 3 തരം ഉത്തരവാദിത്തങ്ങളാണുള്ളത്. നിയമനിർമ്മാണ സഭയിലെ പങ്ക്, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, പൊതുജനസേവനം. 1. നിയമനിർമ്മാണ സഭയിലെ പങ്ക്. നിയമനിർമ്മാണം. സംസ്ഥാനത്തിന്റെ നന്മയ്ക്കായി പുതിയ നിയമങ്ങൾ നിർമ്മിക്കുന്നതിലും നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിലും വോട്ട് രേഖപ്പെടുത്തുക. ചർച്ചകളിലെ പങ്കാളിത്തം, ബില്ലുകൾ, നയപരമായ വിഷയങ്ങൾ, പൊതുപ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സഭയിലെ ചർച്ചകളിൽ പങ്കെടുക്കുകയും തന്റെ മണ്ഡലത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക. സർക്കാരിനെ ചോദ്യം ചെയ്യൽ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, വിവിധ വകുപ്പുകളുടെ നയങ്ങൾ, പദ്ധതി നിർവഹണം എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ ഉത്തരവാദിത്വമുള്ളവരാക്കുക. ബഡ്ജറ്റ്. സംസ്ഥാന ബഡ്ജറ്റ് ചർച്ച ചെയ്യുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്യുക. 2. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, പദ്ധതി നിർവഹണം. മണ്ഡലത്തിലെ വികസന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. റോഡ്, പാലം, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രവർത്തിക്കുക. ഫണ്ട് വിനിയോഗം. MLAയുടെ പ്രാദേശിക വികസന ഫണ്ട്, MLA ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് ശരിയായ രീതിയിൽ മണ്ഡലത്തിലെ പദ്ധതികൾക്കായി വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പ്രശ്നപരിഹാരം. മണ്ഡലത്തിലെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയും സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ അവയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യുക. 3. പൊതുജനസേവനം. ജനാധിപത്യപരമായ പ്രാതിനിധ്യം. മണ്ഡലത്തിലെ ജനങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്കും വികാരങ്ങൾക്കും ശബ്ദം നൽകുകയും ചെയ്യുക. നീതിയും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കുക. വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുക. ഒരു MLAയുടെ വരുമാനം പ്രധാനമായും സംസ്ഥാന നിയമസഭ നിശ്ചയിക്കുന്ന ശമ്പളം, അലവൻസുകൾ, മറ്റ് ആനുകൂല്യങ്ങൾ ചേർന്നതാണ്. ഈ തുക ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിരിക്കും. കേരളത്തിലെ ഒരു MLAയുടെ മാസവരുമാനത്തിൽ പൊതുവെ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ നമുക്ക് നോക്കാം. മാസശമ്പളം 2000, മണ്ഡലം അലവൻസ് 25000, ടെലിഫോൺ അലവൻസ് 11000, ഇൻഫർമേഷൻ അലവൻസ് 4000, സൽക്കാര അലവൻസ് 8000, മിനിമം യാത്രാബദ്ധ 20000. ആകെ മാസവരുമാനം 70000. മറ്റ് ആനുകൂല്യങ്ങൾ പ്രതിമാസ കണക്കിൽ ഉൾപ്പെടാത്തവ. മുകളിൽ പറഞ്ഞ 70000 രൂപ കൂടാതെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മറ്റു പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ദിവസബദ്ധ, ഡെയിലി അലവൻസ്. നിയമസഭാ സമ്മേളനങ്ങളിലും ഔദ്യോഗിക യോഗങ്ങളിലും പങ്കെടുക്കുമ്പോഴുള്ള പ്രത്യേക ബത്ത ഏകദേശം 1000 രൂപ. റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് നിശ്ചിത നിരക്കിൽ തുക. വർഷത്തിൽ 4 ലക്ഷം രൂപ വരെയുള്ള റെയിൽവേ കൂപ്പണുകൾ. വർഷം 3 ലക്ഷം രൂപ വരെ ഇന്ധന കൂപ്പൺ. ചികിത്സാ സൗകര്യം. MLAയ്ക്കും ജീവിത പങ്കാളിക്കും ചികിത്സാ ചെലവ് ലഭിക്കും. വായ്പകൾ. പലിശരഹിത വാഹന വായ്പയും കുറഞ്ഞ പലിശയിൽ ഭവന വായ്പയും ലഭിക്കും. ഈ കണക്കുകൾ ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടുള്ള മാസവരുമാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ MLAമാർക്ക് ലഭിക്കുന്ന മാസവരുമാനം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒന്നാണ്.